കഴിഞ്ഞ ദിവസം ഞാൻ എമ്പുരാൻ കണ്ടു. വെട്ടിയതിന് ശേഷമുള്ള വേർഷനാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ്. അത് മറ്റൊന്നുമല്ല, ഈ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് വിജയിച്ചു പോയ ഒരു പടമായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. നല്ല മേക്കിംഗ് ആണ്, നല്ല ഫ്രെയിമാണ്, പൃഥ്വിരാജിൻ്റെ സംവിധാന മികവൊക്കെ അതിലുണ്ട് താനും. എന്നാൽ അതിനെ ആകെ നോക്കുമ്പോൾ 4-5 കഷ്ണങ്ങളായി ഓരോരോ സംഭവങ്ങളെ ഇങ്ങനെ പറഞ്ഞു വെച്ചു പോകുന്ന ഒരു ശൈലിയാണ് അതിലുള്ളത്. ആദ്യത്തെ സംഭവം ഈ ഗോദ്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളുമാണ് ഒരു കട്ട്. പിന്നീടുള്ളത് മോഹൻലാൽ വിദേശ രാജ്യത്ത് ഈ മയക്കുമരുന്ന് റാക്കറ്റുമൊക്കെയായി ബന്ധപ്പെടുന്ന മറ്റൊരു കട്ട്. പിന്നീട് കുറച്ച് സംസ്ഥാന പൊളിറ്റിക്സൊക്കെ പറയുന്ന ഈ രണ്ട് മുന്നണികളെക്കുറിച്ചും പറയുന്ന മൂന്നാമത്തെ കെട്ട്. നാലാമതായി മോഹൻലാലിനെ നാട്ടിലെത്തിക്കുന്ന മറ്റൊരു കെട്ട്. അവസാനം ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഗുജറാത്ത് കലാപത്തിൽ രക്ഷപ്പെട്ടത് അവശേഷിച്ച ഒരാളെന്നുള്ള നിലയിൽ ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം വന്ന് അതിന് പ്രതികാരം ചെയ്യുന്ന ഒരു സംഗതി. അത്രയുമാണ് അതിലാകെ മൊത്തം നമുക്ക് കണ്ടാൽ തോന്നുന്ന ഒരു സംഗതി. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് കുറച്ച് സമയം നല്ല ലൈറ്റായി ഒന്ന് ഉറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കഥാപാത്രങ്ങളായി അഭിനയിച്ച ആർക്കും അവരുടെ അഭിനയത്തികവോ മികവോ ഒന്നും കാണിക്കുന്ന പ്രത്യേകിച്ച് രംഗങ്ങളൊന്നും തന്നെയില്ല. മോഹൻലാലും ഈ പറയുന്ന പൃഥ്വിരാജും, വേണമെങ്കിൽ പൃഥ്വിരാജ് കുറച്ച് ആക്ഷൻ സ്റ്റൈലൊക്കെ കാണിച്ചു എന്ന് പറയാം. അതിനപ്പുറത്ത് അതൊരു സ്വാഭാവിക സംഗതിയായി അങ്ങനെ അങ്ങ് പോവുകയാണ്. അതിലെല്ലാത്തരം വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗോദ്ര കൈകാര്യം ചെയ്തതുപോലെ തന്നെ പ്രതികാരവാഞ്ചയോടെ എത്തുന്ന ഈ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന് അതിർത്തിയിലെവിടെയോ വെച്ച് ഒരു കൂട്ടം ആളുകൾ ആ പ്രതികാരം കത്തിക്കുന്ന രീതിയിൽ തോക്കുമൊക്കെ കയ്യിൽ കൊടുത്ത് അള്ളാഹു അക്ബറൊക്കെ പറയിക്കുന്നുണ്ട്. പിന്നെ ഇടത് വലത് മുന്നണികളെയും ലൈറ്റായി പരിഹസിക്കുന്നുണ്ട്. അതിലെ തിരക്കഥയും കുറച്ച് സംഭാഷണങ്ങൾ, കുറച്ച് ഫിലോസഫിക്കലായിട്ട് കാണാവുന്ന ചില സംഗതികളും ഒക്കെ ഒഴിച്ചാൽ ഈ വിവാദമുണ്ടായില്ലെങ്കിൽ ആ പടം അത്രമേൽ വലിയ വിജയമൊന്നും ആകുമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. യഥാർത്ഥത്തിൽ ഈ വിവാദമുണ്ടായതുകൊണ്ടാണ് ഇത്രയും കളക്ഷനും ഇത്രയും പ്രമാദമായും ഒക്കെ ആ സിനിമ മാറിയത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതില്ലായിരുന്നെങ്കിൽ ഇത് അമ്പേ പരാജയപ്പെട്ടു പോകാൻ ഒരുപാട് കാരണങ്ങൾ ആ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും വിവാദം വന്നതോടുകൂടി ആ കാരണങ്ങളൊക്കെ അപ്രസക്തമാവുകയും പടം സാമാന്യേന വിജയിക്കുകയും ചെയ്തു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനപ്പുറത്ത് അതിൽ വലിയ വിവാദങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് നല്ലൊരു മാർക്കറ്റിങ്ങിന് സഹായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. ഞാനിത് കാണാൻ പോകുമ്പോൾ ഒരുപക്ഷെ വെട്ടുന്നതിന് മുമ്പ് 3 മിനിറ്റോ ഒക്കെയുള്ള ചില ക്രൂരമായ സീനുകളും അത്തരം കാര്യങ്ങളുമൊക്കെ അതിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഞാൻ കണ്ടില്ല. ഇനി അതുകൂടി കണ്ടാലും ഈ പറഞ്ഞ കുറേ വയലൻസും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾക്കും അപ്പുറത്ത് വേറെന്തെങ്കിലും മഹത്തായ ഒരു കഥയെ ആസ്പദമാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കണ്ണ് നനയിക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളോ ഒന്നും അത്രമേലൊന്നും അവകാശപ്പെടാൻ ആ സിനിമയിലില്ല എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായത്. ഇത്രയുമൊക്കെ വിവാദമായതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് പറയണമെന്ന് പോലും തോന്നിയത്. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക യാതൊരു കാര്യവും അതിലുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇനി അതിൻ്റെ 3-ാം ഭാഗം കൂടി ഇറക്കി അതും സാമ്പത്തിക ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംഗതിക്കപ്പുറത്ത് ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ കടിപിടി കൂടി ഒച്ചയും ബഹളവും വെപ്രാളവുമൊക്കെ വെച്ച് ഒച്ചയുണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ കൊണ്ട് ചില ഡയലോഗുകളൊക്കെ പറയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വേണമെങ്കിൽ എല്ലാ സമുദായക്കാർക്കും കരയാവുന്നതും ഇല്ലെങ്കിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും പൊട്ടിച്ചിരിക്കാവുന്നതുമായ ഒരു സിനിമ മാത്രമായിട്ടാണ് എമ്പുരാൻ എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ.